ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോപ്പർട്ടി. ഇതിൽ പറയുന്നത് ഉടമസ്ഥതയ്ക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ്. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. മോറിസ് ഗിസ്ബർഗിന്റെ അഭിപ്രായത്തിൽ ഭൗതിക വസ്തുക്കളുടെയോ വ്യക്തികളുടെ മേലുള്ള അവരുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഉള്ള ബന്ധത്തെയാണ് ഇത് നിർവചിക്കുന്നത്. ഇത് നമ്മൾ വിപണിയെ നോക്കുമ്പോൾ ചരക്കുകളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് വിപണിയിൽ വമ്പിച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ചു. എന്നാൽ വരുമാന അസമത്വത്തിനും പരിസ്ഥിതി തകർച്ചയ്ക്കും ഇത് കാരണമായി. വരുമാനത്തിന്റെയും സമ്പത്തിന്റെയും വിതരണത്തെ ബാധിക്കുന്ന വിപണി സാഹചര്യങ്ങൾ, രാഷ്ട്രീയ ഘടനകൾ, സാമൂഹ്യ മാർഗങ്ങൾ എന്നിവയാൽ ഇത് രൂപപ്പെട്ടു. പ്രോപ്പർട്ടിയുടെ സവിശേഷതകൾ പറയുമ്പോൾ ആദ്യമായിട്ട് മൂലവത്തായ കൈമാറ്റം. ഒരു ഉടമസ്ഥൻ തന്റെ കയ്യിലുള്ള വസ്തു ഇഷ്ടമുള്ള രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് മൂലവത്തായ കൈമാറ്റം എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ കയ്യിലുള്ള മറ്റു സംഭവങ്ങൾ. രണ്ടാമത് ഉടമസ്ഥാവകാശവും ഉപയോഗവുമാണ്. ഒരാളുടെ കീഴിലുള്ള വസ്തുവിനെ മറ്റൊരാൾ ഉപയോഗിക്കുന്നതിന്, അഥവാ നമ്മുടെ കാർ റെന്റിന് കൊടുക്കുക, ഭൂമി പാട്ടത്തിന് കൊടുക്കുക, അതൊക്കെ. ഇനി അടുത്തത് സ്വത്ത് ഉപയോഗിക്കാനുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ്. നമ്മുടെ കയ്യിലുള്ള സ്വത്താണെങ്കിൽ കൂടി സമൂഹം അതിന് ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും നൽകുന്നുണ്ട്. അത് അനുസരിച്ച് മാത്രമേ നമുക്ക് സമൂഹത്തിൽ പെരുമാറാൻ പറ്റൂ. അടുത്തതായിട്ട് തന്റെ കയ്യിലുള്ള സ്വത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ വില അനുസരിച്ച് സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതനുസരിച്ചിട്ട് മാത്രമേ ഒരു വ്യക്തി സമൂഹത്തിൽ പെരുമാറുള്ളൂ. ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ആണ്. പ്രധാനമായിട്ടും 3 ടൈപ്പാണുള്ളത്. ഒന്ന് കമ്മ്യൂണൽ ഓണർഷിപ്പ്, പ്രൈവറ്റ് ഓണർഷിപ്പ്, പബ്ലിക് ഓണർഷിപ്പ്. ഇതിൽ കമ്മ്യൂണൽ ഓണർഷിപ്പ് പറയുന്നത് ഒരു കൂട്ടം വ്യക്തികൾക്ക് കൂട്ടമായിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ കൂട്ടായ ഉടമസ്ഥതയിലുള്ള സ്വത്തിനെയാണ് കമ്മ്യൂണൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ സ്വത്ത് എങ്ങനെ ഉപയോഗിക്കണം, ആരെല്ലാം ഉപയോഗിക്കണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കുടുംബ സ്വത്തൊക്കെ. രണ്ടാമത് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ്. ഇത് പറയുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ സ്വന്തമായിട്ട് അധികാരത്തിലുള്ളതാണ്. ഇത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്നതോ വാങ്ങുന്നതോ ആവാം. മൂന്നാമത് പറയുന്നത് പബ്ലിക് ഓണർഷിപ്പ്. ഇത് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങള്, റോഡുകള്, പാർക്കുകൾ ഇവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രോപ്പർട്ടിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്നാണ്. സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ഉടമസ്ഥാവകാശമുള്ള സാധനം കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതിലൂടെ സ്വത്തിന്റെയും സാമൂഹ്യ പ്രാധാന്യം, ഉടമസ്ഥ ബന്ധം, അവസരം എന്നിവയൊക്കെയാണ് സമൂഹത്തിൽ സ്വത്തിനുള്ള പ്രാധാന്യം. വസ്തുവിന്റെ ഉടമസ്ഥതയ്ക്ക് ഒരു വ്യക്തി സമൂഹത്തിൽ സ്ഥാനവും അധികാരവും കൈവശം നൽകുന്നുണ്ട്. ഇത്തരം സ്വത്തവകാശം സമൂഹത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുണ്ട്. സ്വത്ത് ഉള്ളവൻ തന്റെ ഭൂമിയിൽ സ്വത്തില്ലാത്തവന് ജോലി ചെയ്യാൻ കൊടുക്കുമ്പോൾ അവിടെ പണത്തിന്റെ കൈകാര്യം സംഭവിക്കുന്നു. എന്നാൽ ചില വ്യക്തികളിൽ മാത്രം സമ്പത്തും അധികാരവും കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഇത് സാമൂഹിക വർഗീയതക്കും അസമത്വത്തിനും കാരണമാകുന്നു. മാത്രമല്ല സാമ്പത്തിക ഭദ്രത, പാർപ്പിടം, സമ്പത്ത് ഇവയെല്ലാം സ്വരൂപിക്കാൻ വേണ്ടി ഓരോ വ്യക്തിയെയും പരിമിതപ്പെടുത്തുന്നുണ്ട്. ഇത് കുടിയേറ്റത്തിനും ബഹിഷ്കരണത്തിനും കാരണമാകുന്നുണ്ട്. ഉദാഹരണമായിട്ട് അന്യ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നതിന്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർട്ടി ഓണർഷിപ്പ്. അതിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ആക്സസ് ടു റിസോഴ്സസ്, രണ്ടാമത് എക്കണോമിക് സ്റ്റെബിലിറ്റി, മൂന്നാമത് സിംബോളിക് എക്സിസ്റ്റൻസ്, നാലാമത് റെഗുലൈസേഷൻ, അഞ്ചാമതായിട്ട് പറയുന്നത് സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ്. ഇതിൽ ആക്സസ് ടു റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതിനെയാണ്. വീട്, സ്ഥലങ്ങള്, വാഹനങ്ങളൊക്കെ. പിന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതുപോലെ സിംബോളിക് എക്സിസ്റ്റൻസ്, പദവി, അധികാരം, നേട്ടങ്ങൾ എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ റെഗുലൈസേഷണൽ, നിയമങ്ങളും ചട്ടങ്ങളും ആചാരങ്ങളും എന്നിവയ്ക്ക് സമ്പത്ത് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിനെ കുറിച്ചാണ്.
ചരക്കുകളും സേവനങ്ങൾ, വിഭവങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമൂഹ്യ സംഘടനയാണ് മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. സാമൂഹ്യ ബന്ധങ്ങൾ, സാംസ്കാരിക അർത്ഥങ്ങൾ എന്നിവ രൂപപ്പെടുന്ന സാമൂഹ്യ വിനിമയ സംവിധാനമാണ് മാർക്കറ്റുകൾ. ഇനി നമ്മൾ നോക്കുന്നത് സോഷ്യോളജിക്ക് മാർക്കറ്റിനുണ്ടാവുന്ന വീക്ഷണങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കൾച്ചറാണ്. കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിലോ ഗ്രൂപ്പിലോ അംഗങ്ങൾക്കിടയിലോ പങ്കിടുന്ന എല്ലാ വിശ്വാസങ്ങളും, മൂല്യങ്ങളും, മാനദണ്ഡങ്ങളും, ആചാരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ. ഔപചാരികമോ അനൗപചാരികമായ സ്ഥാപനങ്ങൾ പിന്തുടരുന്ന നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളുമാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത് പറയുന്നത് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് പവർ റിലേഷൻ. സമ്പത്ത് ഉള്ളവനും എല്ലാത്തിനും തമ്മിലുള്ള അന്തരം സമൂഹത്തിൽ അധികാര മേൽക്കോയ്മ സൃഷ്ടിക്കപ്പെടുന്നു. നാലാമത് പറയുന്നത് എക്കണോമിക്സ്. സമൂഹത്തിന് വിപണന മനോഭാവം, വിതരണത്തിൽ ഡിമാൻഡും വിലയും മത്സര ബുദ്ധിയും ഒരുപോലെയായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ. മാർക്കറ്റുകളിൽ സ്ഥിരമോ സ്വാഭാവികമായ പ്രതിഭാസമില്ല, മറിച്ച് ചരിത്രപരമായ സംഭവങ്ങളും സാമൂഹ്യ ശക്തികളുമാണ് വിപണിയെ സഹായിക്കുന്നത്. ഇതാണ് വിപണിയെ സാമൂഹ്യത്തിന്റെ ഭാഗമായി മാറ്റുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സോഷ്യൽ സിഗ്നിഫിക്കേഷൻസ് ഓഫ് മാർക്കറ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് സാമൂഹ്യ ഐക്യം. സ്ഥാപനങ്ങൾ മാത്രമല്ല, വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയവും നടത്തുന്നതിലും വലിയൊരു പങ്ക് മാർക്കറ്റുകൾ വഹിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച്. വിവിധ ആചാരങ്ങളും സംസ്കാരങ്ങളും മാർക്കറ്റിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെയാണ്. ഇനി മൂന്നാമത് പറയുന്നത് സോഷ്യൽ സാറ്റിസ്ഫിക്കേഷൻ. സമൂഹത്തിലെ അധികാരവും വിതരണവും മാർക്കറ്റുകളിലെ പങ്ക് വലുതാണ്. പണക്കാരും പാവങ്ങളും തമ്മിലുള്ള അന്തരമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത് പറയുന്നത് പവർ റിലേഷൻ. നിലവിലുള്ള അധികാരം നിലനിർത്താൻ വേണ്ടി കമ്പോളങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് എൻവിറോൺമെന്റൽ ഇമ്പാക്ട്. പരിസ്ഥിതിയിൽ കമ്പോളങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. മാർക്കറ്റുകൾക്ക് പ്രകൃതി ദോഷകരമായി മറ്റും ബാധിക്കും. മാർക്കറ്റുകൾ പരിസ്ഥിതി സംരക്ഷണം മറ്റും ചെയ്യുകയും ചരക്കും നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അടുത്തത് സോഷ്യൽ ജസ്റ്റിസ്. സമൂഹത്തിലെ തുല്യതമായ രീതിയിൽ ഇത് സൂചിപ്പിക്കുന്നു. മറ്റു രാജ്യങ്ങളുമുള്ള സാമ്പത്തിക ഇടപാട് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഉപകാരപ്രദമാണ്. ഇതുവഴി സാമ്പത്തിക വളർച്ച രൂപപ്പെടുകയും മുതലാളിക്കും തൊഴിലാളികൾക്കും ഇടയിലുള്ള ഒരു സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൊഡക്ഷണൽ പ്രോസസ് ആണ്. അസംസ്കൃത വസ്തുക്കളെ ഉപയോഗപ്രദമാക്കുന്ന വസ്തുക്കളാക്കുന്നതാണ് ഉൽപാദന പ്രക്രിയ. ഇതിനായി ചരക്കുകൾ, സേവനങ്ങൾ, സാങ്കേതിക വിദ്യകൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉൽപാദന പ്രക്രിയയിൽ എങ്ങനെ സാമൂഹ്യ ജീവിതം ബാധിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. പ്രൊഡക്ഷണൽ സോഷ്യൽ സിഗ്നിഫിക്കേഷൻ. അതിൽ പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റും സാമ്പത്തികപരമായ വളർച്ച, സാങ്കേതിക വിദ്യ, ഉൽപാദന പ്രക്രിയ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സാമ്പത്തികപരമായ വളർച്ചയ്ക്ക് സാങ്കേതിക വിദ്യ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നുണ്ട്. അടുത്തത് ഡിവിഷൻ ഓഫ് ലാബർ. ഓരോ തൊഴിലാളിക്കും അവരുടെ കഴിവിനനുസരിച്ച് ജോലി തിരിച്ചു കൊടുക്കുന്നത് ജോലി എളുപ്പമാക്കുകയും സുഖകരമാക്കുകയും ഒരുപാട് അനാവശ്യമായ തൊഴിലും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് കൾച്ചറൽ ലാബ്. ഉൽപാദന പ്രക്രിയ ചരക്കുകൾ മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഇടയിലുള്ള അവരുടെ ആചാരങ്ങൾ, അവരുടെ മനോഭാവങ്ങൾ, അവരുടെ വ്യക്തിത്വം, ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണം വളരെയധികം വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ചരക്കുകൾ ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുകയും മറ്റൊരു സ്ഥലത്ത് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് വഴി രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം നിലനിർത്തുന്നു. അതുപോലെ സാങ്കേതിക രാജ്യത്തിന് വികസനം കൊണ്ടുവന്നു. ഇതെല്ലാം ചൂഷണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളെ ചൂഷണം ചെയ്യുകയും സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുകയും പ്രകൃതിയെ ചൂഷണം ചെയ്യാനും ഇതൊക്കെ കാരണമായിട്ടുണ്ട്. ഇനി അടുത്തത് പവർ റിലേഷൻസ്. ഉൽപാദന പ്രക്രിയ ബന്ധങ്ങൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. ഇത് മുതലാളി വർഗങ്ങളെല്ലാം ചേർന്ന് ചൂഷണം ചെയ്യുന്നൊരു തൊഴിലാളി വർഗം രൂപപ്പെട്ടു. ഇത് പരിസ്ഥിതിയെ പോലെ തന്നെ മനുഷ്യർക്കും ഒരുപാട് ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സാമൂഹ്യ മാറ്റം, സോഷ്യൽ ചേഞ്ച്.
ഉൽപാദന പ്രക്രിയയിലെ മാറ്റം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളെ സ്വാധീനിച്ചു. ഇത് സാമൂഹ്യ സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. പാശ്ചാത്യ സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ തകിടം മറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് ഡിസ്ട്രിബ്യൂഷണൽ തിയറിയാണ്. അതിൽ പറയുന്നത് ഫസ്റ്റത്തെ മാർക്സിസം തിയറി. ഇതനുസരിച്ച് ഒരു സമൂഹത്തിലുള്ള ചരക്കുകളും വിഭവങ്ങളും വിതരണം ചെയ്യുന്ന രീതിയെയാണ് ഇത് പറയുന്നത്. മുതലാളിത്ത വർഗം തൊഴിലാളി വർഗത്തിൽ നിന്നും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും കുറഞ്ഞ ശമ്പളം നൽകുകയും ബാക്കി വരുന്ന മൂലധനം കൊണ്ട് തന്നെ അവർ വീണ്ടും സമ്പത്ത് അധികരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്ട്രക്ചറൽ ഫങ്ഷണാലിസം. കുടുംബം, വിദ്യാഭ്യാസം, മതം, സർക്കാർ തുടങ്ങിയ സാമൂഹ്യ സ്ഥാപനങ്ങൾ ആവശ്യമാണെന്നും സാമൂഹ്യ ക്രമം നിലനിർത്താൻ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അടുത്തത് സിംബോളിക് ഇന്ററാക്ഷൻസ്. വ്യക്തി പെരുമാറ്റവും സാമൂഹ്യ ഘടനയും രൂപപ്പെടുത്തുന്നതിൽ ചിഹ്നങ്ങളുടെയും ഇടപെടലുകളുടെയും സ്വാധീനം ഊന്നി പറയുന്ന വീക്ഷണമാണ് ഇത്. ഇനി ഫെമിനിസ്റ്റ് തിയറി. ലിംഗഭേദം സാമൂഹ്യ ബന്ധങ്ങൾ അസമത്വത്തെ രൂപപ്പെടുത്തുന്ന രീതിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ കോൺഫ്ലിക്ട് തിയറി. സാമൂഹ്യ ബന്ധങ്ങളുടെ അസമത്വങ്ങളെ രൂപപ്പെടുത്തുന്നതിന്റെ അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും പങ്ക് ഊന്നി പറയുന്ന വീക്ഷണമാണ് കോൺഫ്ലിക്ട് തിയറി. ഈ പോസ്റ്റ് മോഡേണിസം സത്യത്തെക്കുറിച്ചുള്ള ആശയം നിരസിക്കുകയും പകരം ഒന്നിലധികം വീക്ഷണങ്ങളെയും ആത്മനിഷ്ഠമായ അനുഭവങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണിത്. ഇനി നമുക്ക് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതിൽ വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിൽ സാധനം എത്തിക്കുന്നതാണിത്. ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ ആശയങ്ങൾ, സംസ്കാരങ്ങൾ മറ്റും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് സാമൂഹ്യമായി വളരെ പ്രാധാന്യമുണ്ട്. സമൂഹത്തിൽ ഇത് നൽകുന്ന പ്രാധാന്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, വിതരണം സാമൂഹ്യ അസമത്വത്തെ രൂപപ്പെടുത്തുന്നു. പിന്നെ വിതരണം സാംസ്കാരിക മൂല്യങ്ങളെ പ്രതിഫലിക്കുന്നു. പിന്നെ വിതരണം സാമൂഹ്യ ഐക്യത്തെ ബന്ധിപ്പിക്കുന്നു, സാമൂഹ്യ നീതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണ്. ഇത് സംഘടനയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാനമായ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന്, ഗവൺമെന്റ്. നിയമനം നടപ്പിലാക്കാനും നിർമ്മിക്കാനും ഉത്തരവാദിത്തമുള്ള ഔപചാരിക ഘടനയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്, കൺസ്ട്രക്ഷണൽ ആൻഡ് ലോ. ഒരു സമൂഹത്തിനുള്ളിലോ സർക്കാരിന്റെയോ വ്യക്തികളുടെയോ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തന ചട്ടമാണിത്. പിന്നെ അടുത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരു പ്രത്യേക തരം ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ബിസിനസ് അസോസിയേഷൻ, ലേബർ യൂണിയൻ, അങ്ങനത്തെ ഓരോ പാർട്ടികൾ വരും. പിന്നെ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്. ഓരോ വ്യക്തിക്കും പ്രത്യേകം താല്പര്യമുള്ള ഓരോരോ സംഘടനകൾ ഉണ്ടാവും. അതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെ സിവിൽ സൊസൈറ്റി. വ്യക്തികളും സംഘടനകളും അവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനും പൊതു സംവാദത്തിൽ ഏർപ്പെടാനും കഴിയുന്ന സ്വകാര്യ മേഖലയ്ക്ക് പുറത്തുള്ളതിനെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് മീഡിയ. ഇനി നമുക്ക് പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡെമോക്രസി, രണ്ടാമത് ഓട്ടോക്രസി, മൂന്നാമത് മോണാർക്കി, നാലാമതായിട്ട് കമ്മ്യൂണിസം. ഇതിൽ ഡെമോക്രസി പറയുന്നത് ഒരു രാജ്യത്തിന്റെ അധികാരം ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതാണ്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ അധികാരം ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാ, ഒരു വ്യക്തി മാത്രം സമൂഹത്തെ സ്വാധീനിക്കുക. മൂന്നാമത് പറഞ്ഞ രാജവാഴ്ച. ഒരു നിശ്ചിത രാജ്യത്തിന്റെ കീഴില് ജനങ്ങൾ എല്ലാവരും കൂടി ഭരിക്കപ്പെടുന്നതിനെയാണ്. നാലാമത് പറഞ്ഞ കമ്മ്യൂണിസം. അധികാരം ഭരണകൂടത്തിനാണ്, പക്ഷെ അവിടെ ഒരു സ്വകാര്യ ഉടമസ്ഥ അവകാശം ഉണ്ടാവില്ല. എല്ലാം ഗവൺമെന്റിന്റെ കീഴിലുള്ളതായിരിക്കും. ഓരോ വ്യക്തിക്കും ഗവൺമെന്റിന്റെ കീഴില് ഓരോ ആനുകൂല്യങ്ങൾ നൽകപ്പെടുന്നു. ഇനി അടുത്ത് പൊളിറ്റിക്സിന്റെ ലെവൽസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് നാഷണൽ ലെവൽ. ഇതില് നിയമനിർമ്മാണം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, പ്രധാനമന്ത്രി എന്നീ വ്യക്തികളുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കപ്പെടുന്നത്. രണ്ടാമത് ലോക്കൽ ലെവൽ. മേയർ, സിറ്റി കൗൺസിലർ, പ്രാദേശിക ഭരണ കാര്യങ്ങൾ നോക്കുന്നവർ എന്നിവരാണ് നയങ്ങളും തന്ത്രങ്ങളും രൂപീകരിക്കുന്നത്. മൂന്നാമത് നോൺ ഗവൺമെന്റ് ആണ്. സർക്കാർ ഇതര സംഘടനകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഇനി സോഷ്യൽ സിഗ്നിഫിക്കേഷൻസ്. ഇത് പറയുന്നത് പൊളിറ്റിക്സ് എങ്ങനെയാണ് സമൂഹത്തിന് പ്രാധാന്യം ചെലുത്തുന്നത് എന്നാണ്. അതിലൊന്ന് പവർ ഡിസ്ട്രിബ്യൂഷൻ. അധികാരം ആർക്കാണ്, എങ്ങനെയാണ് എന്നുള്ള വിഭജിച്ച് നൽകുന്നതിന് പവർ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ പോളിസി മേക്കിംഗ്, അതുപോലെ സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ഇൻക്ലൂഷൻ, റെപ്രസെന്റേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇതൊക്കെയാണ്
സോഷ്യൽ സിഗ്നിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്സിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് ഒന്ന് പ്രോപ്പർട്ടി, പിന്നെ അതിന്റെ സവിശേഷതകള്, അതിന്റെ ടൈപ്പ്, അതിന് സമൂഹത്തിലുള്ള പ്രാധാന്യം എന്താണ്, അതുപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതിന് സമൂഹത്തിലുള്ള പ്രാധാന്യം എന്താണ്, അതെങ്ങനെയൊക്കെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത്, പിന്നെന്താ സാമൂഹ്യമായ വീക്ഷണം എന്താണ് മാർക്കറ്റിനെ കുറിച്ച്, മാർക്കറ്റ് എന്താണ്, അതുപോലെ എന്താ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ കോമ്പോണൻസ്, ക്ലാസിഫിക്കേഷൻസ്, ലെവൽസ്, അതിന് സമൂഹത്തിലുള്ള പ്രാധാന്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തൊരു യൂണിറ്റിൽ കാണാം. താങ്ക് യു.